കസിൻസിൻ്റെ ഒരു ഗ്യാതറിങ് വേണമെന്ന് ഗ്രൂപ്പിൽ ഡിസ്കഷൻ വരുന്നു. എല്ലാവരും ഓക്കെ പറയുന്നു. റിസോർട്ട് ബുക്ക് ചെയ്യുന്നു. ദേ ഞങ്ങളിതാ യാത്രയാകുന്നു. പറയാൻ എത്ര സിമ്പിളല്ലേ. ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിൽ ഒരു വില്ലനായിരുന്നു മഴ. മഴ തകൃതിയായി പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഈ യാത്ര ഞങ്ങൾ ഒഴിവാക്കിയില്ല. വഴിക്കിടയ്ക്ക് ഒന്ന് നിർത്തി എണ്ണപ്പനത്തോട്ടത്തിലൂടെ കുറച്ച് ദൂരം നടന്നു. മഴ, മരങ്ങൾ, പുഴ, ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? പണ്ട് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഈ എണ്ണപ്പന നിറയെ ഈന്തപ്പഴമാണെന്നായിരുന്നു. അറിവില്ലായ്മ, അല്ലാതെ എന്തു പറയാൻ. ഞങ്ങൾ എന്തായാലും നേരത്തെ ഇറങ്ങിയത് നന്നായി. ചേച്ചിയും കുട്ടികളും എല്ലാവരും ഹാപ്പി. കുറച്ച് ദൂരം നടന്ന് തിരിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. റിസോർട്ട് കാണാൻ ഭംഗിയുണ്ടായിരുന്നെങ്കിൽ കൂടി അവിടെ എത്തിച്ചേരുന്ന വഴി ഇത്തിരി ചെറുതായിരുന്നില്ലേ എന്ന് തോന്നുകയില്ല. അത്യാവശ്യം നല്ലൊരു റിസോർട്ട്. മഴ ഉള്ളത് കൊണ്ടാവണം എല്ലാം നല്ലതായി തോന്നുന്നു. ഞങ്ങളുടെ റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരുന്നു. റൂമിൽ നിന്നുള്ള റിവർ വ്യൂ അതിമനോഹരം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. വിശാലമായൊരു റൂം, അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. എത്തിയ പാടെ റൂമിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. റൂമിൻ്റെ ഡിം ലൈറ്റിൽ എന്നെ കാണാൻ ഭംഗിയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ തന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇടയ്ക്ക് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാമല്ലോ അല്ലേ? എന്തായാലും റൂം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ വൈകിയില്ല, നേരെ പൂളിലോട്ട്. ഇതിനിടയ്ക്ക് കോഫിയും സ്നാക്സും ജ്യൂസും ഇതെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. ജെനുവൻലി സെയിങ് ദ ഫുഡ് വാസ് ഇൻ സാറ്റിസ്ഫാക്ടറി. അല്ലെങ്കിലും പാട്ടിൻ്റെയും കളിക്കും ഇടയ്ക്ക് ഫുഡൊക്കെ ആര് നോക്കുന്നു അല്ലേ? ആ കാണുന്നത് ഫുഡ് ഉണ്ടാക്കാനുള്ള ഫയറാണ് കേട്ടോ. മഴ കാരണം ക്യാമ്പ് ഫയറൊന്നും നടന്നില്ല. എന്തായാലും നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. ഏത് റിസോർട്ടിൽ പോയാലും എല്ലാവരെക്കാളും നേരത്തെ എണീറ്റ് അവിടെ ഒറ്റയ്ക്കിരുന്ന് ആ സ്ഥലം ഞാൻ ആസ്വദിക്കാറുണ്ട്. ഐ ഫെൽറ്റ് സോ പീസ്ഫുൾ അറ്റ് ദാറ്റ് ടൈം. സെറീൻ എന്ന വേർഡിൻ്റെ മീനിങ് ഒരു ഡിക്ഷണറിയിൽ നോക്കണ്ട, ഇത് തന്നെ. മോർണിംഗ് എനിക്ക് ഒത്തിരി സ്ലോ ആയിട്ട് തോന്നി. എല്ലാവരും ഇന്നലത്തെ രാത്രിയിലെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴേക്കും തന്നെ ഒത്തിരി നേരമായിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഓർമ്മകൾ ബാഗിലാക്കി ഞങ്ങൾ യാത്ര തുടർന്നു.